അറിയപ്പെടാത്തതിനെ അറിയാം. കുട്ടി ഫാക്സിലേക്ക് സ്വാഗതം. വിചിത്രമായ ആചാരങ്ങൾ ഇന്ത്യക്ക് അപരിചിതമല്ല. നിരവധി സമുദായങ്ങളുടെയും ഗോത്രങ്ങളുടെയും മതങ്ങളുടെയും ആവാസ കേന്ദ്രമായി രാജ്യം മാറിയിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ഈ കമ്മ്യൂണിറ്റികളും അവരുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ചേർന്ന് ഒരു വൈവിധ്യത ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ചിലർ തനതായ ആചാരങ്ങളും ഉത്സവങ്ങളും ഒരിടത്തു നിന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലാതെ തുടരുന്ന ചില പാരമ്പര്യങ്ങളുണ്ട്. ഇക്കാരണത്താൽ നിങ്ങൾക്ക് മറ്റെവിടെയും കണ്ടെത്താൻ കഴിയാത്ത വിചിത്രമായ നിരവധി പാരമ്പര്യങ്ങൾ ഇന്ന് ഈ രാജ്യത്തുണ്ട്. എന്നാൽ അവരുടെ വിചിത്രത ഇന്ത്യയുടെ അവിശ്വസനീയമായ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുകയും ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്ന തരത്തിലുള്ള ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ 9 വിചിത്രമായ ആചാരങ്ങളെ പറ്റിയാണ്. ദീംഗ ഗവാർ ഇന്ത്യയിലെ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു പരമ്പരാഗത നാടോടി നൃത്തമാണ് ദീംഗ ഗവാർ. ശിവനോടുള്ള ഭക്തിക്ക് പേരുകേട്ട ഗവാരി സമൂഹത്തിന്റെ സംസ്കാരത്തിലും മതപരമായ വിശ്വാസങ്ങളിലും ഇത് ആഴത്തിൽ പതിഞ്ഞതാണ്. പ്രധാനമായും ശ്രാവണ മാസത്തിൽ ആഘോഷിക്കുന്ന ഗവാരി ഉത്സവത്തിന്റെ പ്രധാന ഭാഗമാണ് നൃത്തം. ശ്രാവണൻ ശിവനെ ആരാധിക്കുന്നത് മംഗളകരമായി കണക്കാക്കപ്പെടുന്നു. നൃത്തത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ഭക്തിയുടെ ഒരു രൂപമാണ് ദീംഗ ഗവാർ. നൃത്തം പലപ്പോഴും ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ പറയുന്നു, പ്രത്യേകിച്ച് പരമശിവനും അദ്ദേഹത്തിന്റെ പത്നിയായ പാർവതിയുമായി ബന്ധപ്പെട്ടവ. ഈ ഉത്സവത്തിന് പിന്നിലെ കഥ ഇപ്രകാരമാണ്. ശിവൻ തന്റെ ഭാര്യ പാർവതിയെ ഒരു ചെരുപ്പ് കുത്തിയുടെ രൂപത്തിൽ കളിയാക്കി. പാർവതി ആദിവാസി സ്ത്രീയുടെ രൂപമെടുത്ത് ശിവനെ കളിയാക്കി. ദീംഗ ഗവാറിൽ പഴയ നഗരത്തിന്റെ 11 ഭാഗങ്ങളിൽ നാടോടി ദേവതയുടെ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന വഴിപാട് ഡ്രൈ ഫ്രൂട്ട്സ്, കഞ്ചാവ് എന്നിവയുടെ മിശ്രിതമായ മോയയാണ്. കൂടാതെ സ്ത്രീകൾ വിവിധ ദൈവങ്ങളുടെയും ദേവതകളുടെയും വേഷം ധരിക്കും. ഗോത്രവർഗ്ഗക്കാരും പോലീസുകാരും മറ്റുള്ളവരും ദൈവങ്ങളെ സംരക്ഷിക്കാൻ തെരുവുകളിൽ പെട്രോളിംഗ് നടത്തും. അവിവാഹിതരായ പുരുഷന്മാർ അവരുടെ അടി കിട്ടാൻ തെരുവിൽ അലഞ്ഞു തിരിയുന്നു. കാരണം അടിച്ചാൽ ഉടൻ തന്നെ വിവാഹം നടക്കും എന്നാണ് വിശ്വാസം. വാളുകൾ, വടികൾ, തൂവാലകൾ എന്നിവ നർത്തകർ ദൃശ്യ സൗന്ദര്യത്തിനും അവരുടെ പ്രകടനത്തിന്റെ പ്രതീകാത്മക അർത്ഥത്തിനും ഉപയോഗിക്കുന്നു. ധോലക്, നഗദ, ഷഹനായി തുടങ്ങിയ രാജസ്ഥാനി ഉപകരണങ്ങളാണ് ഈ നൃത്തത്തിന്റെ സംഗീതത്തിനായി ഉപയോഗിക്കുന്നത്. മൊത്തത്തിൽ രാജസ്ഥാനിലെ ഗവാരി സമുദായത്തിന്റെ ആത്മീയവും സാംസ്കാരിക കലാപരവുമായ പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപമാണ് ദീംഗ ഗവാർ. നാഗ് പഞ്ചമി ഈ ഉത്സവത്തിന്റെ ആചാരങ്ങൾ പാമ്പുകളെ പ്രീതിപ്പെടുത്തുന്നതിനെ ചുറ്റിപ്പറ്റിയാണ്. വഴുവഴുപ്പുള്ള ഉരകങ്ങൾ യഥാർത്ഥത്തിൽ ഹിന്ദു പുരാണങ്ങളിലെ പ്രധാനപ്പെട്ടതും പോസിറ്റീവുമായ ഭാഗമാണ്. വിവിധ ഐതിഹ്യങ്ങളിൽ അവരെ പ്രമുഖ കഥാപാത്രങ്ങളായി ചിത്രീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഹിന്ദു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ആരാധിക്കുന്ന സ്വർഗീയ ജീവികളാണ് നാഗങ്ങൾ. ഹിന്ദു ചാന്ദ്ര കലണ്ടറിലെ ശ്രാവണ മാസത്തിലെ 5-ാം ദിവസമാണ് നാഗപഞ്ചമി വരുന്നത്. നേപ്പാളിലും ഇത് ആഘോഷിക്കപ്പെടുന്നു. സാധാരണ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ ഉത്സവം രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ആചരിക്കുന്നു. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ ഭക്തർ പാമ്പിനും ചിലപ്പോൾ എലികൾക്കും പാല് കൊടുക്കുന്നത് കാണാം. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂജാരിമാർ നാഗങ്ങളിൽ പുഷ്പദളങ്ങളും മറ്റ് ഐശ്വര്യങ്ങളും തളിക്കും. മഹാരാഷ്ട്രയിലെ ബാൾട്ടിസ് ഷിരാല എന്ന ഗ്രാമം ഒരു വലിയ കൂട്ടം പാമ്പുകളുള്ള എല്ലാ ആഘോഷങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുമെന്ന് പറയപ്പെടുന്നു. ഭായി ദൂജ്, ഭയ്യ ദൂജ് അല്ലെങ്കിൽ ഭാവ് ബീച്ച് എന്നും അറിയപ്പെടുന്ന ഭായി ദൂജ് ദീപാവലി കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷം ആഘോഷിക്കുന്ന ഒരു ഹിന്ദു ഉത്സവമാണിത്. രക്ഷാബന്ധന് സമാനമായതും എന്നാൽ വ്യത്യസ്തവുമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇതിനുള്ളത്. സഹോദരന്മാരും സഹോദരിമാരും തമ്മിലുള്ള ബന്ധത്തിനായി ഇത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും വാത്സല്യവും ആജീവനാന്ത ബന്ധവും ഭായി ദൂജ് ആഘോഷിക്കുന്നു. ഈ ദിവസം സഹോദരിമാർ തങ്ങളുടെ സഹോദരങ്ങളുടെ ക്ഷേമത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ തങ്ങളുടെ സഹോദരിമാരെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അവരുടെ അനുഗ്രഹത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി സഹോദരിമാർ ആരതി നടത്തി നെറ്റിയിൽ ഒരു ടിക്ക പുരട്ടുന്നു. ഹിന്ദു പുരാണങ്ങളിൽ ഈ ഉത്സവത്തിന് പ്രാധാന്യമുണ്ട്. യമരാജിന്റെയും സഹോദരി യമുനയുടെയും കഥകൾ സാധാരണയായി ഭായി ദൂജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് യമരാജ് ഈ ദിവസം തന്റെ സഹോദരി യമുനയെ സന്ദർശിച്ചു. ഈ അവസരത്തിൽ അവൾ നെറ്റിയിൽ ഒരു തിലകം ചാർത്തി. സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും ആശംസകളും കൈമാറാൻ കുടുംബങ്ങൾ ഒത്തുചേരുന്നതോടെ ഇന്ത്യയിലുടനീളം വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് ഭായി ദൂജ് ആഘോഷിക്കുന്നത്. ഈ ഉത്സവം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ഹൈന്ദവ സംസ്കാരത്തിൽ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ സഹോദരങ്ങൾക്കിടയിൽ പങ്കിടുന്ന അതുല്യവും പകരം വെക്കാനാകാത്തതുമായ ബന്ധത്തെ ആഘോഷിക്കുന്ന ഒരു ഹിന്ദു ആഘോഷമാണ് ഭായി ദൂജ്. ബന്നി ഫെസ്റ്റിവൽ ആന്ധ്രാപ്രദേശിൽ ആഘോഷിക്കുന്ന അസാധാരണമായ ഒരു ഉത്സവമാണ് ബന്നി ഉത്സവം. ആയുധങ്ങൾ സജ്ജീകരിച്ച ഒരു ക്ഷേത്രം സന്ദർശിക്കുക, കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബന്നി യഥാർത്ഥത്തിൽ ബന്നി ഉത്സവവേളയിൽ വിഗ്രഹങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള വ്യാജ പോരാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ വർഷവും ദസറ ഉത്സവത്തിന്റെ രാത്രിയിൽ 100 കണക്കിന് പുരുഷന്മാർ ആന്ധ്രാപ്രദേശിലെ
കർണൂർ ജില്ലയിലെ ദേവരഗഡ് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. തലയിൽ വടികൾ ഉപയോഗിച്ച് പരസ്പരം അടിക്കുന്നതിനായി അവർ നീളമുള്ള വടികളോ ലാത്തികളോ കൊണ്ടുപോകുന്നു. ഈ ഉത്സവം സുപ്രീം കോടതി നിരോധിച്ചിരുന്നുവെങ്കിലും പ്രദേശവാസികൾ ഇത് തങ്ങളുടെ പുരാതന ആചാരമായി കണക്കാക്കുന്നതിനാൽ ഇപ്പോഴും അത് അനുഷ്ഠിക്കുന്നു. വിജയനഗര സാമ്രാജ്യത്തിന് കീഴിലുള്ള ആളുകളാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഇത് വളരെ പുരാതനമായ ഒരു ഉത്സവമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഉത്സവം കഴിഞ്ഞ 100 വർഷമായി ആഘോഷിച്ചതിന്റെ റെക്കോർഡ് പോലീസിനുണ്ട്. എന്നിരുന്നാലും നിരവധി ആളുകൾ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും മരണങ്ങൾ അപൂർവമാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അർദ്ധരാത്രി ആചാരങ്ങൾ ആരംഭിക്കുന്നു. പാർവതി, മല്ലമ്മ, ശിവൻ, മല്ലേശ്വര സ്വാമി എന്നിവരുടെ വിഗ്രഹങ്ങൾ നേരനേക്ക് കുന്നിൻ താഴ്വരയിലേക്ക് കൊണ്ടുവരുന്നു. പ്രാർത്ഥനയും കല്യാണവും നടത്തിയ ശേഷം ദേവതകളെ ഒരു കട്ടിയുള്ള തുണി സഞ്ചിക്കുള്ളിൽ സൂക്ഷിക്കുകയും തുടർന്ന് ഒരു ശക്തനായ ഭക്തൻ തോളിൽ ചുമന്ന് കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ചില ഭക്തർ വിഗ്രഹങ്ങൾക്ക് ചുറ്റും സുരക്ഷാ വലയം രൂപപ്പെടുത്തുന്നു. എന്നാൽ മറ്റുള്ളവർ വിഗ്രഹങ്ങളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ദേവതകളെ സംരക്ഷിക്കുന്നതിനായി ഭക്തർ ടോർച്ചുകളും കമ്പുകളും ഉപയോഗിക്കുന്നു. പ്രധാനമായും തമിഴ് സമൂഹം ആഘോഷിക്കുന്ന ഒരു പ്രധാന ഹിന്ദു ഉത്സവമാണ് തൈപ്പൂസം. സാധാരണയായി ജനുവരിയിലോ ഫെബ്രുവരിയിലോ വരുന്ന തമിഴ് മാസമായ തായിലെ പൂർണ്ണ ചന്ദ്രദിനത്തിലാണ് ഇത് ആചരിക്കുന്നത്. കാർത്തികേയൻ അല്ലെങ്കിൽ സ്കന്ദൻ എന്നും അറിയപ്പെടുന്ന യുദ്ധത്തിന്റെയും വിജയത്തിന്റെയും ഹിന്ദു ദേവനായ മുരുകന് സമർപ്പിച്ചിരിക്കുന്നതാണ് തൈപ്പൂസം. സൂരപത്മൻ എന്ന രാക്ഷസനെ പരാജയപ്പെടുത്തുന്നതിനായി പാർവതി ദേവി മുരുകന് ഒരു ദിവ്യ കുന്തം സമ്മാനിച്ചു. ഈ സന്ദർഭത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ഉത്സവം. സംരക്ഷണം, സമൃദ്ധി, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം എന്നിവയ്ക്കായി മുരുകന്റെ അനുഗ്രഹം തേടാൻ ഭക്തർ തൈപ്പൂസം ആചരിക്കുന്നു. ഭക്തർ തോളിൽ കാവടികൾ വഹിക്കുന്നു. കാവടിയാട്ടം ഈ ഉത്സവത്തിലെ ഒരു പ്രധാന ആചാരമാണ്. കാവടികൾ, മയിൽ തൂവലുകൾ, പൂക്കൾ, മറ്റ് പ്രതീകാത്മക വസ്തുക്കൾ എന്നിവയിൽ വിപുലമായി അലങ്കരിച്ചിരിക്കുന്നു. അവ ത്യാഗത്തിന്റെയും ഭക്തിയുടെയും ഒരു രൂപത്തെ പ്രതിനിധീകരിക്കുന്നു. കാവടി വഹിക്കുന്നതിന് മുമ്പ് ഭക്തർ ആചാരത്തിനായി ആത്മീയമായി സ്വയം തയ്യാറാകുന്നതിനായി ഉപവാസത്തിനും ശുദ്ധീകരണത്തിനും വിധേയരാകുന്നു. ചില ഭക്തർ ഘോഷയാത്രയിൽ തങ്ങളുടെ ഭക്തിയുടെയും ദൈവത്തിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള സന്നദ്ധതയുടെയും പ്രതീകമായി ശരീരത്തിൽ വളയങ്ങളും കൊളുത്തുകളും ഉപയോഗിച്ച് തുളച്ചു കയറ്റുന്നത് പോലെയുള്ള ആചാരങ്ങൾ നടത്തുന്നു. തൈപ്പൂസം ഘോഷയാത്രകൾക്കൊപ്പം സംഗീതം, മന്ത്രം, നൃത്തം എന്നിവ ഉൾപ്പെടുന്നു. ഇത് ഊർജ്ജസ്വലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ തമിഴ്നാട്, അതുപോലെ തന്നെ ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, മൗറീഷ്യസ് എന്നിവയുൾപ്പെടെ തമിഴ് ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ ഈ ഉത്സവം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത്. മുരുകന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടത്താനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ഉത്സവങ്ങളിൽ പങ്കെടുക്കാനും ഭക്തർ ഒത്തുകൂടുന്നു. മൊത്തത്തിൽ ഹിന്ദു പുരാണത്തിലെ ഭക്തി, ത്യാഗം, തിന്മയ്ക്കെതിരായ നന്മയുടെ വിജയം എന്നിവയുടെ പ്രതീകവും അതുപോലെ തന്നെ ഒരു പ്രധാന മതസാംസ്കാരിക ഉത്സവവുമാണ് തൈപ്പൂസം. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.